പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കേ ഇന്ത്യയിലേക്ക് ദക്ഷിണേന്ത്യയിലേക്ക് കണ്ണുനട്ട് അവിടെ പ്രധാനപ്പെട്ട റാലികളുമായി വരാൻ പോവുകയാണ്. വരുന്ന ഇടങ്ങളിൽ ഒന്ന് പാലക്കാട്, മറ്റൊന്ന് പത്തനംതിട്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തുന്നതോടെ എതിർ സ്ഥാനാർത്ഥികളെ പ്രചരണത്തിൽ ബഹുദൂരം പിന്നിലാക്കാം എന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നായിരുന്നു സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പ്രതികരണം. അതേസമയം നരേന്ദ്രമോദിയുടെ വരവ് ക്ഷീണമാകില്ല എന്ന വിലയിരുത്തലിലാണ് LDFും UDF. 2021 ഏപ്രിൽ 2-നാണ് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെത്തിയത്. സ്വാമിയേ ശരണം അയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. കോന്നി നിയമസഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച K. സുരേന്ദ്രൻ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായാണ് നരേന്ദ്രമോദി എത്തിയത്. എന്നിട്ടും സംസ്ഥാനത്ത് ഒരു നിയമസഭാ മണ്ഡലത്തിലും NDAക്ക് അക്കൌണ്ട് തുറക്കാനായില്ലെന്ന് UDFും LDFും വിമർശിക്കുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്നും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറഞ്ഞു. 17-ാം തീയതി ശ്രീ നരേന്ദ്രമോദിജി വരുന്നു, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാര്യം കഴിഞ്ഞ 2 മാസമായി മോദിജി ഒരുപാട് പ്രാവശ്യം കേരളത്തിൽ വന്നു, തമിഴ്നാട് പോകുന്നുണ്ട്. അതിനും കാരണമുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും അപ്രസക്തമായി നമ്മുടെ പ്രതിപക്ഷം ഇന്ത്യയെ തന്നെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില നറേഷൻ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ 2,97,396 വോട്ട് നേടിയിരുന്നു. മണ്ഡലത്തിൽ ഒരു NDA സ്ഥാനാർത്ഥി നേടിയ ഏറ്റവും ഉയർന്ന വോട്ടായിരുന്നു ഇത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ നേടിയത് 32,811 വോട്ടാണ്. NDA 3-ാം സ്ഥാനത്തായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17-ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കായി പ്രചരണത്തിന് എത്തുന്നതിനെ NDA പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഒപ്പം മണ്ഡലത്തിൽ ഇക്കുറി NDAക്ക് വിജയം ഉറപ്പാണെന്ന് സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.